ബോധപൂർവം ചെയ്യുന്നതോ ഭക്തരെ ബുദ്ധിമുട്ടിക്കണം എന്ന ലക്ഷ്യം കൊണ്ടുവരുന്നതോ വിശ്വാസമില്ലാത്തവർ ഭരിക്കുന്നതിന്റെ കുഴപ്പമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് അല്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? വാസ്തവത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ചുമതല നേതൃത്വം ദേവസ്വം മന്ത്രിക്കുണ്ട്. ആ ദേവസ്വം മന്ത്രി എവിടെ പോയി? കേരളത്തിലെ ഭക്തന്മാരുണ്ടല്ലോ, കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്നവരെ നമുക്ക് വിടുക, ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ വരുന്നവരെ വെറുതെ വിടുക. പക്ഷെ കേരളത്തിലെ ശബരിമലയിലേക്ക് പോകുന്ന ഹിന്ദുക്കളായ കേരളത്തിലെ ഭക്തന്മാർ, അവർ വാസ്തവത്തിൽ ഈ ദേവസ്വം മന്ത്രിയെ ഓടിച്ചിട്ടടിക്കണം. ഇതൊരു മര്യാദകേടല്ലേ ചെയ്യുന്നത്? 1,00,000 ഭക്തന്മാർ ശബരിമലയിൽ എത്തിയ സാഹചര്യം. ഈ നവംബർ 16-ാം തീയതിയാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. 1,00,000 അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ വരുമ്പോൾ അവർക്ക് കുടിവെള്ളം കൊടുക്കണ്ടേ? അവർക്ക് ശൗചാലയം കൊടുക്കണ്ടേ? അവർക്ക് മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം കൊടുക്കണ്ടേ? അവർക്ക് വിരി വെക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? അവർക്ക് മല കയറാനുള്ള അവസരം കൊടുക്കണ്ടേ? 41 ദിവസം വ്രതമെടുത്ത് വരുന്ന പാവപ്പെട്ട അയ്യപ്പന്മാർ, ഒരു നോക്ക് ഭഗവാനെ കാണാൻ വേണ്ടി എത്തിച്ചേരുന്ന അയ്യപ്പന്മാർ, പ്രത്യേകിച്ച് കന്യ അയ്യപ്പന്മാർ, അവർ ശബരിമല നട ചവിട്ടാൻ വേണ്ടി വരുന്നവരാ. അവർ തിരിച്ചു പോകുക, മാലയൂരി തിരിച്ചു പോകുക. എന്താ ഈ ശബരിമലയിലേക്ക് വരുന്ന ഹിന്ദുക്കളായ ശബരിമലയിലെ ഈ അയ്യപ്പന്മാരെന്താ മാടുകളാണോ? മാടുകളോട് പോലും മനുഷ്യർ ഇതിനേക്കാൾ നല്ല രീതിയിൽ പെരുമാറൂലേ? മൃഗങ്ങളോട് പോലും മനുഷ്യർ ഇതിനേക്കാൾ നല്ല രീതിയിൽ പെരുമാറണ്ടേ? ഒരു കുടിവെള്ളം കൊടുക്കാൻ പോലും കഴിയാത്ത വർഗങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെയും ഈ മന്ത്രിയുടെയും ഈ ഗവൺമെൻറ്റിൻ്റെയും മുകളിലിരിക്കുന്നവർ, അവരുമായി ബന്ധപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ റോട്ടിലിട്ട് അടിക്കണം. ഇതിനകത്ത് വേറൊരു കോംപ്രമൈസും ഇല്ല. ഭക്തന്മാർ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ അയ്യപ്പനെ കാണാൻ കഴിയാതെ ഭക്തന്മാരെ നരകയാതന അനുഭവിപ്പിക്കുന്ന അതായത് ഇന്ന് എത്രയോ 3 ദിവസങ്ങളായി എത്രയോ ഭക്തന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, ഭഗവാനെ മനസ്സിൽ വച്ചോളാം, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളാം എന്ന് എത്ര പേരാണ് കഴിഞ്ഞ 3 ദിവസമായി പറയുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് തരുന്നത് ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്, നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ്. ഒരുപക്ഷെ ഈ 3 ദിവസത്തെ വാർത്തകൾ കണ്ട് മലയ്ക്ക് പോയി തിരിച്ചു വന്നവർ ദുരനുഭവങ്ങൾ പങ്കുവച്ചത് കേട്ട് ഇപ്പോൾ പോകേണ്ടതില്ല, ഒന്ന് തിരക്ക് കുറയുമോ എന്ന് കാത്ത് വരാൻ നിശ്ചയിച്ചവർ പിന്മാറിയതാവാം. ആ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ഞാനതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു. ഓരോ സ്ഥലത്തും പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പന്മാരെ. പന്തളത്ത് നിന്ന് അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ തടയുന്നു. അതായത് തടയാന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ്. ശബരിമലയിലേക്കുള്ള ഒഴുക്ക് തടയുക. നമ്മൾ ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ തടയണ ഉണ്ടാവുമല്ലോ, തടയണ. അതെന്തിനാ ആ തടയണ വെക്കുന്നത്? ഒഴുക്ക് കുറയ്ക്കാൻ. ഈ തടയണ ശബരിമലയിലെ അയ്യപ്പന്മാർക്കെതിരെ തടയണ വെച്ചിരിക്കുകയാണ് പോലീസ്. ഞാൻ മനസ്സിലാക്കുന്നത് നിലയ്ക്കലിൽ നിന്ന് ബസ്സുകൾ പോലും സ്ലോവാണ്. ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ്. കാരണം ഒരു കാരണവശാലും ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ ഒഴുകിയെത്താൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരുടെ നികുതി പണം ഉണ്ടല്ലോ, കോടിക്കണക്കിന് നികുതി പണമല്ലേ ഈ കള്ളന്മാർ ഇവരുടെ സർക്കാരിന് പല രീതിയിലെത്തുന്നത്. ഈ സർക്കാരിനൊരു മാന്യതയുണ്ടെങ്കിൽ 6 മാസം മുമ്പ് എങ്ങനെ വേണം ശബരിമല? ഇത് സാധാരണ ഈ ഒരു ആലോചനാ യോഗം നടക്കാറുള്ളതല്ലേ? അതല്ലേ ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. ആലോചനാ യോഗം നടത്തി, റോഡ് ശരിയാക്കി, കുടിവെള്ളം ശരിയാക്കി, കക്കൂസ് ശരിയാക്കി, പമ്പ ശരിയാക്കി, ശബരിമലയിലേക്കുള്ള സന്നിധാനത്തിൽ ഓരോ രീതിയിലും കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട ഈ ഭരണാധികാരികളെന്ന് പറയുന്ന ഈ വർഗം, ആ വർഗമാണ് ഈ അയ്യപ്പന്മാരെ ഇങ്ങനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി അയ്യപ്പന്മാരോട് ഈ ക്രൂരത കാണിക്കുന്നത്. ഇവന്മാർ കട്ടള അടിച്ചു മാറ്റിയതിൽ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആളുകളും അവൻ്റെയൊക്കെ പിണിയാളുകളും ഈ കട്ടളയും സ്വർണ്ണപ്പാളിയും ഈ കുതിരയും ഒക്കെ അടിച്ചു മാറ്റിയത് ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് വെളിയിൽ വന്നതിൻ്റെ വൈരാഗ്യം അയ്യപ്പനോടും അയ്യപ്പ ഭക്തന്മാരോടും തീർക്കുക. അതല്ലെങ്കിൽ
ഞാൻ ചോദിക്കട്ടെ, ഒരു 5-6 ദിവസം മുമ്പാണല്ലോ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. അയാൾ ഒരു നല്ല മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇതൊക്കെ കണ്ട് ഞെട്ടാണ്. 200 ശൗചാലയം വൃത്തിയാക്കാൻ 200 പേരെ ഇന്നോ മറ്റോ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതിന് മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ പണി എന്തായിരുന്നു? അതായത് ഒരു 4 ദിവസം മുമ്പ് ദേവസ്വം ബോർഡായിരുന്ന അവൻ്റെ പണി എന്തായിരുന്നു? അവൻ ഈ കട്ടളടിച്ചു മാറ്റൽ മാത്രം പണി. അയാളാണല്ലോ വലിയ ആഗോള സംഗമം സംഘടിപ്പിച്ചത്. ഈ ആഗോള സംഗമത്തിൽ വന്ന അയ്യപ്പന്മാർ, ആഗോള സംഗമത്തിലെ അയ്യപ്പന്മാർക്ക് താമസിക്കാൻ AC റൂം ഉണ്ടാക്കിയില്ലേ? ആഗോള സംഗമത്തിൽ ചർച്ച ചെയ്തില്ലേ ക്യൂ എങ്ങനെ നിയന്ത്രിക്കണം, ശബരിമലയെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ശബരിമല സന്നിധാനത്തെ സംരക്ഷിക്കണം, ഒരു വലിയ ചർച്ച നടത്തിയില്ലേ? എന്നിട്ട് എന്താ ഇപ്പം കണ്ടത്? AC റൂമിൽ അന്ന് മുറിയെടുത്ത അയ്യപ്പന്മാരെ കൊണ്ടുവന്ന് ആഗോള സമ്മേളനം നടത്തിയ ഒരെണ്ണം എവിടെ പോയി എന്ന് മന്ത്രി എനിക്ക് എല്ലാ പ്രാവശ്യവും ഈ മണ്ഡലകാലം തുടങ്ങുമ്പോൾ വൃശ്ചികം 1 എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടി മുളച്ചതല്ല. വൃശ്ചികം 1 എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി സ്വാമിയെ അയ്യപ്പ എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ അവരുടെ കഴുത്തിൽ ജപമാല അണിഞ്ഞ് ഭഗവാൻ അയ്യപ്പനെ നോക്കി, അത് ഗുരുവായൂരമ്പലത്തിൽ വന്നാലും ശരി, മുരുകൻ്റെ അമ്പലത്തിൽ വന്നാലും ശരി, ദേവിയുടെ അമ്പലത്തിൽ വന്നാലും ശരി, കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നാലും ശരി, സകല അമ്പലത്തിലും അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സ്വാമിയെ ശരണമയ്യപ്പ. അങ്ങനെ സർവചരാചരങ്ങളെയും സ്വാമിയായി കണ്ട് അഹം തത്വമസി എന്ന് പ്രഖ്യാപിച്ച് ആ അയ്യപ്പ ദർശനത്തിൽ മാത്രം മനസ്സ് അങ്ങനെ നേരുന്ന ഈ പാവപ്പെട്ട അയ്യപ്പന്മാർ ശബരിമലയിൽ വരുമ്പം മണിക്കൂറുകളോളം ഒറ്റക്കാലിൽ നിൽക്കുന്നു. അവർക്ക് കുടിവെള്ളമില്ല, അവർക്ക് കക്കൂസില്ല. മനുഷ്യരല്ലേ ഇവര്? മാടുകളാണോ ഈ അയ്യപ്പന്മാർ? മാടുകളാണോ? മറുപടി പറയാം. ഈ കള്ളൻ ദേവസ്വം കട്ടളടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കാലോ? അങ്ങേക്ക് മുമ്പ് സംസാരിച്ച CR രാധാകൃഷ്ണൻ പറഞ്ഞത് ദേവസ്വം കമ്മീഷണർ എവിടെ എന്ന ചോദ്യം. എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് സെൻകുമാറിനോട് ഒരു കാര്യം, ബഹുമാനപ്പെട്ട സെൻകുമാറിനോട്, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഏറെക്കാലം ഈ നാട്ടിലെ ക്രമസമാധാന നില വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആളാണ്. ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത ശരിയോ എന്ന് എനിക്കറിയില്ല, അതൊന്ന് അദ്ദേഹം പറയണം. ശബരിമലയിൽ നിർത്തുന്ന പോലീസുകാർ അവർ ഇന്നലെ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് പാസിംഗ് പരേഡ് ഔട്ട് കഴിഞ്ഞ ഉടനെ അവരെ ശബരിമലയിലേക്ക് വിടുന്നത് ശരിയാണോ? കാരണം ഇന്ന് കിട്ടിയിട്ടുള്ള പല വാർത്തകളും ഞാനിവിടുന്ന് പല ആളുകളും അന്വേഷിക്കുമ്പം വളരെ മോശമായ രീതിയിലാണ് അയ്യപ്പന്മാരോട് പോലീസുകാർ പെരുമാറുന്നത്. കാരണം പോലീസ് നിരവധി പ്രാവശ്യം പോലീസിൻ്റെ മോശമായ പെരുമാറ്റത്തിൽ മനം വിഷമിച്ചിരിക്കുന്ന അയ്യപ്പന്മാരുണ്ട്. അത് ഈ ഇന്നലെ പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പരേഡ് കഴിഞ്ഞ് ഇറങ്ങുന്നവന്മാരെ അങ്ങോട്ട് വിട്ടാൽ അവരുടെ സ്വഭാവം എന്താ? അവരെ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു അയ്യപ്പന്മാരോടൊക്കെ ഭക്തരോട് എങ്ങനെ പെരുമാറണം? നാട്ടിൽ DYFIയും യുവമോർച്ചയും ഒക്കെ സമരം നടത്തുമ്പോൾ ജനക്കൂട്ടം വരുമ്പോൾ അവരോട് കാണിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഭക്തന്മാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് TP സെൻകുമാറിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം തുറന്നു പറയണം. ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഈ സമീപനം ശരിയോ തെറ്റോ?